Hello my dear students, welcome to Eagle Learning. This is me Aslam. നമ്മുടെ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കളെ. ത്രികോണമിതി മാത്രമല്ല നമുക്ക് എല്ലാ ചാപ്റ്ററിന്റെയും 2-3 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വീഡിയോസ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് കാണുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കിക്കേ. ABCD is a rectangle. Angle CAB is equal to 30 degree. AC is equal to 20 centimeters. ABCD ഒരു ചതുരമാണ്. ആംഗിൾ CAB ദാ ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രിയും അതുപോലെ AC യുടെ ലെങ്ത് 20 സെന്റിമീറ്ററുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB. എടാ ഈ BCയും ABയും കണ്ടുപിടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം 30:60:90. അത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ് മക്കളെ. നോക്കിക്കേ, ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഈ ആംഗിളോ 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ട്രയാങ്കിൾ CAB എല്ലാവരും നോക്കിക്കേ. ഈ ആംഗിൾ 90, ഈ ആംഗിൾ 30, ഈ ആംഗിൾ 60 ആയിരിക്കും. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 30:60:90 എന്ന് പറയുന്ന ഈ റേഷ്യോനെ 30:60:90 എന്താ റേഷ്യോ വരുന്നത് മക്കളെ? 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 20 ആണ്. 20 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന BC എന്ന് പറയുന്ന ആൾ ഈ 20യുടെ പകുതി ആയിരിക്കും, വിച്ച് മീൻസ് 10 ആയിട്ട് മാറും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി മാറി കേട്ടോ. 10 എന്ന് കിട്ടി. ഇനി അതുപോലെ BCയുടെ ലെങ്ത് 10 എന്ന് കിട്ടി. BC is equal to 10 സെന്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത് AB എന്ന് പറയുന്ന ഈ ലെങ്ത്. AB എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കാൻ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആണെങ്കിൽ BCയുടെ എത്രയാണോ വില വരുന്നത്, BCയുടെ ലെങ്ത് എത്രയാണോ വരുന്നത്, അതിൻ്റെ കൂടെ √3 കൊടുത്താൽ മതി. അതുകൊണ്ട് എനിക്ക് AB is equal to എന്ത് ചെയ്താൽ പറ്റും മക്കളെ? 10√3. എന്താ വരിക? 10√3 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു മക്കളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിക്കേ. ഇൻ റൈറ്റ് ട്രയാങ്കിൾ ABC, ആംഗിൾ A is equal to 40 degree and AC is equal to 30 centimeters. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് BC. ഈ BC എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കണം. ഈ ആംഗിൾ 40 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇത് സൈഡ് 30. AC എന്ന് പറഞ്ഞാൽ 30 ആണ്. ഹൈപ്പോട്ടിനസ് എന്തായിട്ട് മാറി? കർണം എന്തായിട്ട് മാറി? 30 സെന്റിമീറ്റർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് BC എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാൻ സൈൻ ആണോ കോസ് ആണോ യൂസ് ചെയ്യാൻ പറ്റുക? ഇവിടെ സൈൻ 40 തന്നിട്ടുണ്ട്, അതുപോലെ കോസ് 40 തന്നിട്ടുണ്ട്. ഇതിലൊരാളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു വാല്യൂ നമുക്ക് വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നതാണ്. അതാരാന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ? കോസ് 40 ആണ്, സൈൻ 40 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാരണം ഓപ്പോസിറ്റ് സൈഡ് 40ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ആരാണ്? BC ആണ്. സോ BC കണ്ടുപിടിക്കാൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? സൈൻ യൂസ് ചെയ്യും. നമുക്കറിയാം സൈൻ 40. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്, എതിർവശം ബൈ കർണമാണ് വരിക. സോ സൈൻ 40 is equal to 40ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാ? BC ആണ്. ഞാൻ എന്താക്കുന്നു? ഈക്വൽ ടു BC എന്ന് കൊടുക്കുന്നു. ബൈ ഹൈപ്പോട്ടിനസ് ആരാണ്? ഡിനോമിനേറ്റർ ഹൈപ്പോട്ടിനസ് കർണമാണ് വരിക. അതാരാണ്? AC എന്ന് പറയുന്ന ആളാണ്. AC കൊടുക്കുന്നു. BC ബൈ AC വന്നു. കണ്ടുപിടിക്കേണ്ട വാല്യൂ എത്രയാണ് മക്കളെ? BC എന്ന് പറയുന്ന ആളാണ്. സോ ഞാൻ എന്താക്കുന്നു? ACനെ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡിവിഷനിലുള്ള ആൾ ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതാൻ പോവാണ്. BC is equal to, അല്ലെങ്കിൽ BC അതുപോലെ അവിടെ വെക്കാം, സൈൻ 40 ഇൻറ്റു AC is equal to BC എന്ന് കിട്ടി. സൈൻ 40ൻ്റെ വാല്യൂ നമുക്കറിയാം 0.64 ആണ്. അതുപോലെ ACൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. നേരെ കൊടുക്കുന്നു 0.64 ഇൻറ്റു 30 ഈക്വൽ ടു BC. ഇനി മക്കളെ BC is equal to എന്തായിട്ട് മാറി? ഇത് നേരെ വാല്യൂ കണ്ടാൽ മതി. BC is equal to, എടാ 0.64 ഇൻറ്റു 30 നമുക്ക് ഡെസിമൽ ഒഴിവാക്കിയിട്ട് എന്താക്കാം? മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. അപ്പം എന്താക്കണം? 2 ഡെസിമൽ ചാടിയിട്ട് എന്താക്കണം? നമ്മൾ ഡോട്ട് നമ്പർ 2 ഡെസിമൽ ചാടിയിട്ട് നമ്മൾ എന്താക്കണം? ആ ഡോട്ട് അവിടെ ഇട്ടു. 2 നമ്പേഴ്സ് ചാടിയിട്ട് എന്താക്കണം? ഡെസിമൽ ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത് മക്കളെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കാം? 64 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 64 ഇൻറ്റു 3 എത്ര? 3 ഇൻറ്റു 4 12, 2 1 വന്നു. 3 ഇൻറ്റു 6 എന്ത് വന്നു? 18, 19, 192 എന്ന് വന്നു കഴിഞ്ഞു. 192 പിന്നെ ഒരു 0 ബാക്കിയുണ്ട്. ഞാൻ ചെയ്തത് എന്താണ്? 64 ഇൻറ്റു 3 ആണ്. ശരിക്കും 64 ഇൻറ്റു 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വന്നു? 1920 വരും. ഇവിടെ നിന്നും 2 ഡെസിമൽ, ബാക്കിൽ നിന്നും 2 ഡെസിമൽ ചാടിയിട്ട് എന്താക്കണം? 2 നമ്പേഴ്സ് ചാടിയിട്ട് എന്താക്കണം? ഡെസിമൽ ഇട്ട് കൊടുക്കണം. സോ എന്ത് വന്നു? 19.20 എന്ന് ആൻസർ കിട്ടും. 2 നമ്പേഴ്സ് ചാടിയിട്ട് ബാക്കിൽ നിന്നും 2 നമ്പേഴ്സ് ചാടിയിട്ട് എന്താക്കണം? ഡെസിമൽ ഇട്ട് കൊടുക്കണം. സോ ഞാൻ ചാടി ഡെസിമൽ ഇട്ടപ്പം ഇവിടെയാണ് ഡെസിമൽ വന്നത്. 19.20 സെന്റിമീറ്റർ എന്ന് BCയുടെ വാല്യൂ കിട്ടും. ഇതുപോലെ
നിങ്ങളോട് ചോദിക്കും എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരെ യൂസ് ചെയ്യണം? cos 40 ആണ് യൂസ് ചെയ്യേണ്ടത്. ആരെയാണ്? cos 40 യൂസ് ചെയ്താൽ നമുക്ക് എന്തുവരും? cos ആണെങ്കിൽ അറിയാം adjacent side by hypotenuse, സമീപവശം ബൈ കർണമാണ് വരിക. സമീപവശം കണ്ടുപിടിക്കാൻ നമ്മൾ ആരെ യൂസ് ചെയ്യും? cosനെ യൂസ് ചെയ്താൽ മതി. എ ബി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താക്കുന്നു? cos ചെയ്യുന്നു. ഇതുപോലെ ചെയ്തു നോക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In figure, radius of the circle with the center O is 6 centimeters. ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? 6 സെന്റിമീറ്റർ ആണ്. അതായത് ഈ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ഞാൻ 6 എന്ന് കൊടുക്കുന്നു. 6 സെന്റിമീറ്റർ 6 ആണ്. പിന്നെ പറഞ്ഞ കാര്യം എന്താ മക്കളെ? ഫൈൻഡ് ആംഗിൾ എ. സോറി, ഒരു കാര്യം പറഞ്ഞല്ലോ, ആംഗിൾ ബി ഒ സി. ഈ ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ എ. ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ എ എത്രയാണ്? എത്രയാണ്? നമ്മൾ സർക്കിൾസിൽ പഠിച്ചതാണ്. ഒരു കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും ആ കോഡ് ഉണ്ടാക്കുന്ന സർക്കിളിന്റെ മുകളിലെ ആംഗിൾ. അപ്പോൾ എന്തായിരിക്കും വരിക മക്കളെ? ഈ ആംഗിൾ എത്രയായിരിക്കും? നേരെ അതിന്റെ പകുതി, വിച്ച് മീൻസ് 100ന്റെ പകുതി എത്രയാണ്? 50 ആണ്. 50 ഡിഗ്രി വന്നു. ആംഗിൾ എ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 50 ഡിഗ്രി എന്ന് വന്നു. ഇനി ബി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. ബി സി എന്ന് പറഞ്ഞാൽ കോഡാണ്. നമുക്ക് ഇങ്ങനൊരു ഫിഗർ തന്നിട്ട് പറയാണ് ബി സി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, സർക്കിൾ എന്നിട്ട് ബി സി കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ മക്കളെ വെരി സിമ്പിൾ ആണ്. ഇതിലെ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കോഡ് ഇസ് ഈക്വൽ ടു, അതായത് ബി സി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി സി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ ഓഫ് x/2 ഡിഗ്രിയാണ് വരിക. x/2 ഡിഗ്രി അല്ലെങ്കിൽ x ഡിഗ്രി എന്നൊക്കെ വരും. കാരണം ഇവിടെ വരുന്ന ഈ x എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്, അതിന്റെ പകുതിയാണ് വരിക. ഇവിടെ നോക്കിക്കേ. ഇനി 2r റേഡിയസ് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഞാൻ 6 കൊടുക്കുന്നു. 2 ഇൻറ്റു 6 ഇൻറ്റു സൈൻ ഹാഫ്. ഇവിടെ x ഡിഗ്രി എത്രയാണ്? 100 ഡിഗ്രിയാണ്. അപ്പോൾ പകുതി എത്രയാണ് വരുന്നത്? 50 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ സൈൻ 50 ആയിട്ട് മാറും. സൈൻ 50 ഡിഗ്രി. സൈൻ 50 ഡിഗ്രിയുടെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സൈൻ 50 ഉണ്ട്, കോസ് 50 ഉണ്ട്, ടാൻ 50 ഉണ്ട്. ഇതിൽ രണ്ട് വാല്യൂസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നതാണ്. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സൈൻ 50 0.76 യൂസ് ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 12 ആണ്. ഇൻറ്റു സൈൻ 50ൻ്റെ വാല്യൂ 0.76 ആണ് വരിക. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കണ്ടെത്തുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കാരണം ഞാനിത് ഇങ്ങനെ ചെയ്ത് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താക്കുക? ഓരോ ക്വസ്റ്റ്യനും ഞാൻ ചെയ്യുന്ന അതുപോലെ ചെയ്ത് നോക്കി നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ബി സിയുടെ വാല്യൂ കിട്ടി 12 ഇൻറ്റു 0.76 സെന്റിമീറ്റർ. യൂണിറ്റ് ഇതാണ്, മറന്നു പോരുത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ. എയും ബിയും ക്വസ്റ്റ്യനായി, 2 മാർക്കിന് ചോദിക്കുന്നത് വേറെ ക്വസ്റ്റ്യനായി. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലാഡർ ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ. ഒരു ലാഡർ ഈ കാണുന്ന ലാഡർ എന്താക്കിയിട്ടുണ്ട്? ഒരു വാളിന് പുറത്തേക്കായിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ട്. ദ ലാഡർ മേക്സ് എൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദ ഫ്ലോർ. അതായത് ഫ്ലോറുമായിട്ട് ഒരു 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ ലാഡർ ഈസ് 6 മീറ്റർ. ഈ ലാഡറിൻ്റെ ലെങ്ത് എത്രയാണ്? 6 മീറ്റർ ആണ്. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്? അതായത് ഈ ഗ്രൗണ്ടിൽ നിന്നും ഈ ലാഡറിലേക്കുള്ള ഈ ലെങ്ത്, ഇത്രയും ലെങ്ത് ആണ് ചോദിച്ചത് മക്കളെ. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് റേഷ്യോ നമുക്കറിയാം. 60-90. ഈ ആംഗിൾ എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കൾ? വേഗം പറഞ്ഞ് 30 ആയിരിക്കും. നമ്മൾ ഏത് റേഷ്യോ യൂസ് ചെയ്യുന്നു? 30:60:90 എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ്. ഇത് എപ്പോഴും ചോദിക്കും. എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ചിട്ട് ഇത് എപ്പോഴും ചോദിക്കും. 30:60:90 എന്താ റേഷ്യോ വരുന്നത്? 1:√3:2. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ വേഗം പറഞ്ഞ് 90ക്ക് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എത്ര വരും മക്കളെ? 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി, വിച്ച് മീൻസ് എത്ര വരും? 3 എന്ന് പറയുന്ന നമ്പർ വരും. ഇനി അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കൂടെ എന്ത് കൊടുത്താൽ മതി? √3 കൊടുത്താൽ മതി. 30ക്ക് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പോൾ അയാളുടെ കൂടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? √3 കൊടുക്കുന്നു. ആൻസർ എന്ത് വന്നു? 3√3. എന്താ വരിക? 3√3. 3√3. അപ്പോൾ നമുക്ക് കിട്ടി ഹൈറ്റ്. അതായത് ഗ്രൗണ്ടിൽ നിന്നും നമ്മുടെ ലാഡറിൻ്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഹൈറ്റ് എത്ര വന്നത്? 3√3 കിട്ടി. 3√3 വിച്ച് ഇസ് ഈക്വൽ ടു 3√3 സെൻറ്റിമീറ്റർ ആട്ടോ. ഇവിടെ തന്നത് നോക്കണേ, സെൻറ്റിമീറ്റർ അല്ല മീറ്റർ ആണ്. സോ നമ്മുടെ യൂണിറ്റ് എന്തായിട്ട് മാറി? മീറ്റർ ആയിട്ട് മാറി. 3√3 മീറ്റർ ആയിട്ട് മാറി. ഇനി ഹൗ ഫാർ ഈസ് ദ ഫുട്ട് ഓഫ് ദ ലാഡർ ഫ്രം ദ വാൾ? വാളിൽ നിന്നും, അതായത് ഇതാണ് വാൾ, ഇതാണ് നമ്മുടെ ചുമര്. ഈ ചുമരിൽ നിന്നും ഈ ലാഡറിൻ്റെ ഫൂട്ടിലേക്കുള്ള ഈ ലെങ്ത്ത് അതെന്താ വരുന്നത്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എത്രയാണ്? 3 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 3 മീറ്റർ. ഇത്രയേ ഉള്ളൂ മക്കൾ ഇതിൻ്റെ ആൻസർ. 3 മീറ്ററും ഇവിടെ 3 മീറ്ററും ഇവിടെ 3√3 മീറ്ററുമാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇൻ ദ ഫിഗർ എ സി ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ. എ സി എന്താണ്? ഈ സർക്കിളിൻ്റെ ഡയാമീറ്റർ ആണ്. ഗിവൺ ദാറ്റ് എ സി ഈസ് ഈക്വൽ 20 സെൻറ്റിമീറ്റേഴ്സ്. എ സി 20 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ആംഗിൾ ബി എസ് സി 60 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ഡി 45 ഡിഗ്രിയാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി? ആംഗിൾ എ ഡി സി എത്രയായിരിക്കും? എൻ്റെ മക്കൾ വേഗം പറഞ്ഞേ. എ സി ഡയാമീറ്റർ ആണ്. സോ ഒരു ഡയാമീറ്റർ എന്നും സർക്കിളിൻ്റെ മുകളിലോട്ട് വൃത്തത്തിന് മുകളിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും വരിക മക്കൾ? നമ്മൾ പഠിച്ചതാണ് 90 ഡിഗ്രി സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു? 90 ഡിഗ്രി, വിച്ച് മീൻസ് ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ എ ബി സി ഡി. ഈ എ ബി സി ഡി എന്ന് പറയുന്ന ആളുടെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു അളവുണ്ട് 20 എന്ന് പറയുന്നത്, 90ക്ക് ഓപ്പോസിറ്റ് 20. ഈ ആംഗിളും എന്തായിരിക്കും മക്കളെ? ഈ ആംഗിളും എന്തായിരിക്കും? ഈ കാണുന്ന ആംഗിളും അതും 90 ആയിരിക്കും. കാരണം എന്താണ്? സെയിം, ഇത് എ സി ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ നമ്മുടെ സർക്കിളുമായിട്ട് ഉണ്ടാക്കുന്ന സർക്കിളിന് മുകളിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി മക്കൾ ഈ ആംഗിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇത് 45 ആണ്, ഇത് 45 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ആയിരിക്കും. ഇനി ഇത് 60 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും വരിക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡും ആഡ് ചെയ്യുക. പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ആ ക്വാഡ്രിലേറ്ററിന്റെ 4 വശങ്ങളും ആഡ് ചെയ്യുക. അതായത് എ ബി പ്ലസ് ബി സി പ്ലസ് ഡി സി പ്ലസ് എ ഡി ആണ് വരിക. ഇവിടെ നമുക്ക് ആകെ അറിയാവുന്ന എ സി മാത്രം, പിന്നെ കുറച്ച് റേഷ്യോസും. എടാ 45:45:90 നമുക്കറിയാവുന്ന റേഷ്യോ ആണ്. അത് വെച്ച് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എ ഡി കണ്ടുപിടിക്കാം, അതുപോലെ ഡി സി കണ്ടുപിടിക്കാം. എ ഡിയും ഡി സിയും സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതുപോലെ മക്കളെ, അതുപോലെ നോക്കിക്കേ, ഇവിടെ 30:60:90 ഇത് വെച്ച് നമുക്ക് എന്താക്കാം? അടുത്ത 2 സൈഡിൽ ആരൊക്കെ? എ ബിയും കണ്ടുപിടിക്കുക, ബി സിയും കണ്ടുപിടിക്കുക. ജസ്റ്റ് നോക്കി നോക്കാം. 90ക്ക് ഓപ്പോസിറ്റ് 20 നമുക്കറിയാം. 45:90 ആണെങ്കിൽ 45:90 ആണെങ്കിൽ റേഷ്യോ എന്താ വരിക? 1:1:√2 ആണ്. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 45ന് ഓപ്പോസിറ്റ് എന്തായിട്ട് മാറും മക്കളെ? √2 എന്താവും? ഡിനോമിനേറ്ററിലേക്ക് മാറും. ഇവിടെ ജസ്റ്റ് ഒരു വാല്യൂ ആയതുകൊണ്ട്, ഇതൊരു വാല്യൂ ആയതുകൊണ്ട്, സപ്പോസ് എ ഡിക്ക് ആണ് 20 എങ്കിൽ, എ ഡിക്ക് അതായത് 45ന് ഓപ്പോസിറ്റ് ആണ് 20 എങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കൂടെ √2 കൊടുത്താൽ മതി. അതിലൂടെ √2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ഒരു നമ്പറാണ്, √2 ഒന്നും വരുന്നില്ല. ഞാൻ എന്താക്കണം? 45ന് ഓപ്പോസിറ്റുള്ള ആളെ കണ്ടുപിടിക്കാൻ ഈ 20ൻ്റെ 90ക്ക് ഓപ്പോസിറ്റ് ആരാണോ വരുന്നത്, അയാളുടെ ഡിനോമിനേറ്ററിൽ √2 കൊടുക്കുക. ഏത് റേഷ്യോ വരുമ്പോൾ? 45:45:90 വരുമ്പോൾ. എങ്ങനെ പറഞ്ഞത്? ഈ 90ക്ക് ഓപ്പോസിറ്റ് ആരാണോ വരുന്നത്, 45:45:90 റേഷ്യോയിൽ 90ക്ക് ഓപ്പോസിറ്റ് ആരാണോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ 45ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കണ്ടുപിടിക്കാൻ, ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താക്കിയാൽ മതി? 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ഡിനോമിനേറ്ററിൽ √2 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ വേഗം പറഞ്ഞ് ഈ ലെങ്ത് എത്രയായിരിക്കും വരിക? 20/√2 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്തോ അതും 20/√2. കാരണം എന്താ? ഈ കാണുന്ന ട്രയാങ്കിൾ എ ഡി സി എന്ന് പറഞ്ഞാൽ ഐസോസെൽസ് ആണ്. 2 വശങ്ങൾ തുല്യമാണ്. 45ന് ഓപ്പോസിറ്റുള്ള 2 വശങ്ങൾ എന്താണ്? തുല്യമായിരിക്കും വരിക. 20/√2 കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 20 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 20 ആണ്. സോ നമുക്ക് എന്ത് പറയാം? 30ക്ക് ഓപ്പോസിറ്റ് എത്ര വരും? അതിൻ്റെ പകുതി, 20ൻ്റെ പകുതിയാണ് 30:60:90. എത്ര വരും മക്കളെ? നമുക്കറിയാം 30:60:90 എന്താ റേഷ്യോ വരുന്നത്? 30:60:90 എന്ന് പറയുന്ന റേഷ്യോ എന്താണ്? 1:√3:2 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആവുന്നു. വിച്ച് മീൻസ് നേരെ പകുതിയായിട്ട് മാറുന്നു. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ പകുതി, 20ൻ്റെ പകുതി എത്ര? 10 ആണ്. 10 എന്ന് കിട്ടി. 10. ഓക്കേടാ. ഇനി അങ്ങനെയാണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഞാൻ പറഞ്ഞു, നമ്മുടെ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കൂടെ √3 കൊടുത്താൽ മതി. എന്ത് കൊടുത്താൽ മതി? √3 കൊടുത്താൽ മതി. ഞാൻ എന്താക്കുന്നു? 10√3 എന്ന് കിട്ടുന്നു. 10√3. മക്കൾ ഇനി നല്ല നോക്കിക്കേ. എ ബി കിട്ടി, ബി സി കിട്ടി, എ ഡി കിട്ടി, ഡി സി കിട്ടി, എല്ലാം കിട്ടി. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ പെരിമീറ്റർ കിട്ടാൻ? ബി ക്വസ്റ്റ്യൻ്റെ ആൻസറിന് എന്താ ചെയ്യേണ്ടത്? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എ ഡി. ഇതാണ് നമുക്ക് വരിക. നേരെ വാല്യൂസ് കൊണ്ടു. എ ബി എത്രയാടാ? എ ബി 10 ആണ്. എ 10, ബി സി 10√3, അതുപോലെ സി ഡി എത്ര വരുന്നത്? 20/√2.
20/√2 അതുപോലെ പ്ലസ് 20/√2. ഇതെല്ലാം കൂടിയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ആഡ് ചെയ്യാൻ എന്താക്കുന്നു? 20/√2 പ്ലസ് 20/√2 2 × 20/√2 ആയിട്ട് മാറും. അപ്പോൾ 10 പ്ലസ് 10√3 പ്ലസ് 2 × 20/√2 എന്ന് കിട്ടും. നിങ്ങൾ എന്താക്കുക? ഇതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുത്ത് ആഡ് ചെയ്ത് നോക്കുക. നമുക്ക് എന്താക്കാം? മാറ്റി എഴുതാൻ പറ്റും. ഈ കാണുന്ന ആളെ നമുക്ക് എന്താക്കാം? 2 × 20/√2 എങ്ങനെ എഴുതാം? √2 എന്ന് പറഞ്ഞാൽ എന്താണ്? √2 × √2 ആണ്. ഇയാളെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ എന്താക്കുക? വാല്യൂ കൊടുത്ത് ആൻസർ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 10√3 പ്ലസ് √2 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ എന്താ? √2 × √2 ആണ്. സോ ഞാൻ എന്താക്കുന്നു? √2 × √2 എഴുതുന്നു ഇൻറ്റു 20/√2. ഒരു √2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഡിനോമിനേറ്ററിൽ √2 നമുക്ക് ഒഴിവായി കിട്ടി. ഇനി സിമ്പിളായിട്ട് എന്താക്കാം? ആൻസറിലേക്ക് എത്താം. വിച്ച് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 10√3 പ്ലസ് 20√2. ഇതെല്ലാം കൂടി വാല്യൂസ് എന്താക്കുക? ആഡ് ചെയ്ത് നോക്കുക. എന്ത് ചെയ്താൽ മതി? √3ക്ക് നമ്മൾ 1.73 എന്നും അതുപോലെ √2ന് 1.41 എന്നും വാല്യൂ കൊടുത്താൽ ആൻസർ ആവും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പെരിമീറ്റർ ആണ് നമ്മുടെ ആ കോർഡിലേറ്ററിലെ പെരിമീറ്റർ ആയിട്ട് വരിക. ഇത്രയും സെന്റിമീറ്റർ ആണ് ആ കോർഡിലേറ്ററിന്റെ പെരിമീറ്റർ ചുറ്റളവായിട്ട് വരിക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്താക്കുക? വാല്യൂ കൊടുത്തിട്ട് ഏതൊക്കെ വാല്യൂസ് കൊടുക്കേണ്ടത്? 10 പ്ലസ് 10 × 1.73 പ്ലസ് 20 × 1.41 ഇത്രയും വാല്യൂസ് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കാണുന്ന ആദ്യം മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ബോദ്മാസ് റൂൾ ഉണ്ട്. ബോദ്മാസ് റൂളിൽ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താക്കുക? ആഡ് ചെയ്യുക. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസം പറഞ്ഞു നോക്കിയേ. In the figure, angle B is equal to 90 degree. AB is equal to 5 centimeters. അതുപോലെ BC is equal to 12 centimeters. പിന്നെ അതേപോലെ AC is equal to 30 centimeters. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ A is equal to 12/k ആണെങ്കിൽ വാട്ട് നമ്പർ ഈസ് k? എടാ, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. എതിർവശം ബൈ കർണമാണ്. എക്ക് ഓപ്പോസിറ്റ് ആരാണ്? 12 ആണ്. എതിർവശം ആരാണ്? കർണം ആരാണ്? 13 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 13 ആണ് വേണ്ടത്. അപ്പോൾ കെൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 13 ആയിരിക്കും. k is equal to 13 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? റൈറ്റ് കോസ് സി, സൈൻ സി ആൻഡ് ടാൻ സി. കോസ് സി എഴുതണം, ടാൻ സി എഴുതണം, അതുപോലെ സൈൻ സി എഴുതണം. ഈ മൂന്ന് ആൾക്കാരും എഴുതണം മക്കളെ. ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ കോസ് സി is equal to, കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ, സമീപവശം ബൈ എന്താ വരിക? ഹൈപ്പോട്ടിനസ് കർണമാണ് വരിക. സി എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ഈ കാണുന്ന ആംഗിൾ ആണ്. ഇയാളുടെ സമീപവശം ആരാണ്? ഈ കാണുന്ന സി ബി എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കോസ് സി is equal to ആര് വരും? സി ബി ബൈ ഹൈപ്പോട്ടിനസ് ആരാണ്? എ സി ആണ്. സി ബി ബൈ എ സി വിച്ച് ഇസ് ഈക്വൽ ടു, സി ബിയുടെ ലെങ്ത് എത്രയാണ്? 12 ആണ്. എ സിയുടെ ലെങ്ത് എത്രയാണ്? 13 ആണ്. അപ്പോൾ 12/13 12/13 എന്ന് കിട്ടി. ഇനി സൈൻ സി is equal to, ഇതുപോലെ നോക്കിക്കേ, സൈൻസിൻ്റെ വാല്യൂ ഉണ്ടിക്കാൻ. സൈൻസിൻ്റെ വാല്യൂ ഇതാ ഈ ആംഗിൾ ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? എതിർവശം ബൈ കർണം എന്ന് മലയാളത്തിൽ പറയാം. എതിർവശം ആരാണ്? ഈ കാണുന്ന എ ബി എന്ന് പറയുന്ന ആൾ. ഹൈപ്പോട്ടിനസ് ആരാണ്? മാറ്റമുണ്ടോ? എ സി ആണ് വരിക. അപ്പം എ ബി ബൈ എ സി വിച്ച് ഇസ് ഈക്വൽ ടു, എ ബി 5 ആണ്, എ സി 13 ആണ്. സൈൻ സി കിട്ടി. ഇനി ടാൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എതിർവശം ബൈ സമീപവശം. എതിർവശം സിക്ക് എതിരായിട്ട് വരുന്ന വശം ആരാണ്? എ ബി ആണ്. അതുപോലെ സമീപത്ത് വരുന്ന വശം ഏതാണ്? സി ബി ആണ്. അപ്പോൾ എന്ത് വന്നു? എ ബി ബൈ സി ബി വിച്ച് ഇസ് ഈക്വൽ ടു, എ ബി 5 ആണ്, സി ബി 12 ആണ്. 5/12 എന്ന് നമുക്ക് കിട്ടും. ടാൻ സിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്? സൈന്, കോസ്, ടാന് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്ത് എന്താണ് ചോദിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. In the figure, AB is equal to AC is equal to 4 centimeters. AB is equal to AC is equal to 4 centimeters. പിന്നെ പറഞ്ഞ എന്താണ്? ആംഗിൾ A is equal to, ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ്. പിന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ ബി എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? വെരി സിമ്പിൾ ആണ്. ഇത് ആംഗിൾ എ 120 ഡിഗ്രി ആണ്. ഞാൻ അയാളെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഇയാൾ എന്തായിട്ട് മാറി? ഈ ആംഗിൾ, ഇത് പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഈ ആംഗിൾ എന്തായിട്ട് മാറി? 90 ഡിഗ്രി ആയിട്ട് മാറി. 90 ഡിഗ്രി. ഈ ആംഗിൾ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും? ഈ ആംഗിളിനെ, എ ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. സോ എന്തായിട്ട് മാറി? ഈ ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 30 ഡിഗ്രി. സെയിം ഇവിടെ എന്തായിരിക്കും? സെയിം അവസ്ഥയായിരിക്കും. ഈ കാണുന്ന ട്രയാങ്കിൾ എന്തായിരിക്കും? സെയിം ഇതേപോലെ ആയിരിക്കും വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആംഗിൾ ബി is equal to എത്ര ഡിഗ്രിയാണ് മക്കളെ? 30 ഡിഗ്രി. 30 ഡിഗ്രി. ഇനി ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി.
എന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. മക്കളെ ഈ കാണുന്ന ഈ ലെങ്ത് ആണ് ചോദിച്ചത്. ഞാൻ എന്താക്കുന്നു, ആ പോയിന്റിന് ഡി എന്ന പേര് കൊടുക്കുന്നു. ഡി. എ ഡി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്കിക്കേ, സെയിം റേഷ്യോ 30:60:90. 90ക്ക് ഓപ്പോസിറ്റ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും, അതിൻ്റെ പകുതി, വിച്ച് മീൻസ് എന്ത് വന്നു, 2 എന്ന് കിട്ടി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ഡി എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി മക്കളെ, എ ഡി ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ഹൈറ്റ് ഉണ്ട്, അതുപോലെ എന്ത് വേണം, ബേസ് വേണം. ബേസ് നമുക്കറിയോ, അറിയില്ല, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുമോ, കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളാണ് ഈ ബി ഡി എന്ന് പറയുന്ന ആൾ. അതുപോലെ ഇവിടെ ഒരു 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആളാണ് ബി ഡി എന്ന് പറയുന്ന ആൾ. സോ എന്ത് വന്നു, ഈ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ലെങ്ത് എന്തായിരിക്കും മക്കളെ, 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന 2ൻ്റെ കൂടെ √3 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി, 2√3. ഇത് 2√3. യെസ്, കളറോടെ, യെസ്, 2√3. അങ്ങനെയാണെങ്കിൽ ഈ ഡി സി എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും, 2√3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബേസ് എന്തായിട്ട് മാറി, ബി സി എന്ന് പറയുന്ന ആൾ ബി ഡി പ്ലസ് ഡി സി ആയിട്ട് മാറും. നമുക്കറിയാം ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ട്രയാങ്കിൾ ആണെങ്കിൽ പരപ്പളവ്, ഏരിയ ഇസ് ഈക്വൽ ടു എന്താ, ½ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. സോ ½ ഇൻറ്റു ബേസ് എത്ര വരുന്നത്, ബേസ് എന്ന് പറയുന്ന ആൾ 2√3 പ്ലസ് 2√3. ഇത് മൊത്തം ആഡ് ചെയ്യണം. ഞാൻ എന്താക്കുന്നു, അത് അതുപോലെ എഴുതി വെക്കുന്നു. ഇൻറ്റു ഇത് 2 ടേംസ് ഉള്ളതുകൊണ്ട് 2 ടേംസ് ആഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2√3 പ്ലസ് 2√3 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ആൾ എത്രയാണ്, ഹൈറ്റ് ഈ കാണുന്നതാണ് ഹൈറ്റ്, എത്രയാണ്, 2 ആണ് വരുന്നത്. സോ ഞാൻ ഇൻറ്റു 2 കൊടുക്കുന്നു. ഒരു 2ഉം ക്യാൻസലായി, കാരണം ഡിനോമിനേറ്ററിൽ ഒരു 2 ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനിൽ ന്യൂമറേറ്ററിൽ 2 ഉണ്ട്. ആ രണ്ടും ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്, 2√3 പ്ലസ് 2√3. ആ രണ്ടും കൂടി ആഡ് ചെയ്താൽ 2√3 പ്ലസ് 2√3, 2 ആപ്പിൾ പ്ലസ് 2 ആപ്പിൾ, 4 ആപ്പിൾ ആണെങ്കിൽ 2√3 പ്ലസ് 2√3 എത്രയായിരിക്കും മക്കളെ വരിക, 4√3. 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ, പരപ്പളവ് എന്ന് പറയുന്ന ആൾ. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. നിങ്ങൾ എന്താക്കുക, സ്വയം ചെയ്ത് നോക്കുക. ചില 2 കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കി ആൻസർ ചെയ്യുക. നിങ്ങൾ ആൻസർ നിർബന്ധമായിട്ടും ആ 2 ആൻസറും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എത്രയാണോ വാല്യൂ വരുന്നത് ആ വാല്യൂ നിങ്ങൾ നമ്മുടെ കമൻസിൽ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് എന്താക്കാം, ഇനിയും കണ്ടുമുട്ടാം. See you.